4 മണിക്ക് സ്കൂളിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇന്ന് എന്താ കഴിക്കാനുള്ളതെന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുള്ളൂ. ഉച്ചഭക്ഷണം കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഉപ്പിലിട്ട നെല്ലിക്കയിൽ ഒരു കഷ്ണം എനിക്ക് കൊണ്ടുവരും. വൈകുന്നേരം ആകുമ്പോൾ എന്നെ കൊണ്ട് കാണിക്കും, എൻ്റെ വായിൽ വെച്ച് തരും. ഞാനത് കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗം കിട്ടുന്ന ഒരു സന്തോഷമാണ് മോൾക്ക്. കാലത്തെ ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി, സബോള, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതൊക്കെ ഇത്തിരി വലുതാക്കി തന്നെ കനം കൂടിയ പീസുകളായിട്ട് നമ്മൾ നുറുക്കി വെക്കുക. അതിനുശേഷം ഒരു ചീഞ്ചട്ടി അടപ്പത്ത് വെക്കുക. ചീഞ്ചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ സവാള ചേർക്കുക. സബോള ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കുക കേട്ടോ. ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണം ചേർക്കുക. ഇഞ്ചി കഷ്ണം കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം കറക്റ്റ് ഒരു സ്പൂൺ എടുത്താൽ മതിയെ ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ഒരു 4 സ്പൂൺ മതിയായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് 2 സ്പൂൺ മുളക് പൊടിയാണ്. അത് എരിവനുസരിച്ച് ചേർക്കുക. കുട്ടികളായതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ, എരിവനുസരിച്ച് ചേർക്കുക. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് ഇളക്കുക. അപ്പോൾ ഒന്നും നന്നായിട്ട് ഒന്നും വേണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ആ സമയത്ത് ഗ്യാസ് ഒന്ന് സിമ്മിലിടാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് മാറ്റി വയ്ക്കാം. ഓക്കെ, അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഓരോരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ദോശയുടെ മുകളിൽ നല്ലെണ്ണയാണ് ഒഴിക്കണേ കേട്ടോ. ദോശകൾ ഓരോന്നോരോന്നായപ്പോഴേക്കും നമ്മുടെ സബോളയും തക്കാളിയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അത് ചമ്മന്തി നമ്മൾ ആ ചട്ടിയിലേക്ക് അരിയെ മാറ്റണത്. അത് കഴിഞ്ഞിട്ട് 2 കറിവേപ്പില വെച്ച് ഗാർണിഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇത് നമ്മുടെ ലച്ചുട്ടനാണ്. ലച്ചുട്ടനും കൂടി ഇന്ന് വീഡിയോയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ലച്ചുട്ടൻ അനിയൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.